ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വളരെ ദയനീയമായ ഒരു ജീവിതമായിരുന്നു എൻ്റെ ബാല്യകാലം. എനിക്കൊരു വയസ്സിൽ അപ്പം മരിച്ചതിന് ശേഷം 30-ാമത്തെ വയസ്സിൽ വിധവയായ എൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്നെ വളർത്തുവാൻ വേണ്ടി മാത്രം ജീവിച്ചു. ഞാനും എൻ്റെ പെങ്ങളും മാത്രം കുട്ടികൾ. എന്നേക്കാൾ 5 വയസ്സ് മാത്രം പ്രായമുള്ള പെങ്ങൾ. ചേട്ടനുണ്ടായിരുന്നു, പക്ഷേ ചേട്ടൻ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ ചേട്ടനും മരിച്ചു. മരണം കാർന്നു നിന്ന ഒരു വീട്, മരണത്തിൻ്റെ ഒരു ഗന്ധമുണ്ടായിരുന്ന വീടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 5 മരണം നടന്ന വീട്. ആകെ മരണത്തിൻ്റെ ഒരു ദുർഗന്ധം എന്ന് പറയട്ടെ, അത് വീട്ടിലാകെ ഉണ്ടായിരുന്നു. ഒരു സമാധാനമില്ലാതെ അമ്മ അനേകം നേർച്ച കാഴ്ചകൾ നടത്തി, അനേകം പള്ളികളിലേക്ക് നേർച്ച കാഴ്ചകൾ കൊടുത്തയച്ചു. പാമ്പും പുറ്റും നേർന്ന് ഒരു പള്ളിയിൽ വഴിപാട് കഴിച്ചു. എല്ലാ വർഷവും നേർന്ന് നേർച്ചകൾ നടത്തി. ഏറ്റവും കൂടുതൽ ധർമ്മക്കാർ വരുന്ന, ഭിക്ഷക്കാർ വരുന്ന കോലഞ്ചേരി പള്ളി പെരുന്നാളിൻ്റെ അന്ന് 2 ദിവസത്തിരിക്കുന്ന, റോഡ് നീളെ ഇരിക്കുന്ന 2 ദിവസത്തിരിക്കുന്ന പാവപ്പെട്ട ഭിക്ഷക്കാർക്ക് അമ്മ എല്ലാവർക്കും പൈസ കൊടുത്തു. ഇടവ പള്ളിയുടെ പെരുന്നാൾ ഏറ്റുകഴിച്ചു. കഷ്ടത മാറാനാണ്, ദുരിതം മാറാനാണ്, ഒരാശ്വാസം കിട്ടാനാണ് ഒക്കെ ചെയ്തു. എല്ലാം ചെയ്തെങ്കിലും കുടുംബത്തിൽ ചിരി ഉണ്ടായില്ല. ചിരി നഷ്ടപ്പെട്ടു. മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഞങ്ങൾ കരയും. അമ്മ കരയും, ഞങ്ങൾ മക്കൾ 2 പേരും കരയും. കരച്ചിലിൻ്റെ വീടായിരുന്നു ഞങ്ങളുടെ വീട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ അത്ഭുതം നടന്നു. ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം ഞാൻ കേട്ടു. ജീവവചനം ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഉണർന്നു. പുറമേ പാവമൊന്നും എനിക്കില്ലായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ മുഴുവൻ പാവം ഉണ്ടായിരുന്നു. അശുദ്ധ ചിന്തകൾ, മ്ലേച്ഛമായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൈരാഗ്യം, പക, വിദ്വേഷം, കോപാക്രാന്തമായ പെരുമാറ്റം. അമ്മയോട് ഞാൻ ധിക്കാരം പറഞ്ഞിട്ടുണ്ട്. നീ അതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നു. അനേകം പാവങ്ങളുടെ അകത്തുണ്ടായിരുന്നു. പുറമേ പാവങ്ങളൊന്നും വന്നില്ല. പുറമേ പാവങ്ങളെന്ന് പറയുന്ന വേശ്യാവൃത്തി, അല്ലെങ്കിൽ വ്യഭിചാരം, കൊലപാതകം, മോഷണം, കവർച്ച, ചീത്തവാക്കുകൾ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുറമേ പള്ളിയും നമസ്കാരവും പ്രാർത്ഥനയെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അകമേ ഞാനൊരു പരീശനായിരുന്നു. പരീശൻ. ദൈവം കൃപ ചെയ്ത് എൻ്റെ പരീശത്വത്തിൻ്റെ ഉടയാട വലിച്ചു കീറി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വചനം ചൂഴ്ന്നിറങ്ങി. ആ ദൈവദാസൻ പറഞ്ഞ വചനം ലാസറയെ പുറത്തു വരിക എന്ന വചനമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലാസർ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് 4 ദിവസമായി. കല്ലറയുടെ പുറത്തെങ്ങും ഒരു ദുർഗന്ധവുമില്ല. പക്ഷേ ആ കല്ലറയ്ക്കുള്ളിൽ ദുർഗന്ധമാണ്. ആ ഡെഡ് ബോഡി ചീഞ്ഞ് ദുർഗന്ധം വമിച്ചു തുടങ്ങിയിരിക്കുന്നു. കല്ലറയ്ക്കുള്ളിൽ ദുർഗന്ധമുണ്ട്, പുറമേ യാതൊരു ദുർഗന്ധവുമില്ല. അദ്ദേഹം അത് വർണ്ണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ദേവദാസൻ പറഞ്ഞു, ഇതുപോലെ പുറമേ പാവമൊന്നും ഇല്ലെങ്കിലും അകമേ ഏറ്റവും ഹീനമായ പാവങ്ങൾ, പാവത്തിൻ്റെ ആഗ്രഹങ്ങൾ, പാവത്തിൻ്റെ മോഹങ്ങൾ എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ഈ ദേവാലയത്തിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പരീശ മനോഭാവമാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഞാൻ ഞെട്ടി. ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, എൻ്റെ ഹൃദയത്തിൽ പാവമുണ്ടല്ലോ. ചിലരുടെ നല്ല മുഷിച്ചിലുണ്ട്, നല്ല ദേഷ്യമുണ്ട്, ചിലരെക്കുറിച്ച് പരിഭവമുണ്ട്, എന്നെ വേണ്ട കരുതിയില്ല എന്നുള്ള ചിന്തയുണ്ട്, എനിക്ക് സഹായം ചെയ്തില്ല എന്നുള്ള ചിന്തയുണ്ട്, ഓരോ തരത്തിൽ. എന്നാൽ അന്ന് ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ച് അറിയാതെ പറഞ്ഞു പോയി, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കും. അന്ന് ഞാൻ പറഞ്ഞ വാക്ക് സ്വർഗത്തിലെത്തി. യേശു ക്രിസ്തു മനസ്സലിഞ്ഞ് ഈ ഹീനഭാവിയായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. കർത്താവ് അവിടെ ഇരിപ്പുറപ്പിച്ചു. സ്തോത്രം. ഇന്നും ആ സമാധാനം ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സുവിശേഷം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വേലക്കാരനായത്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഭൗതിക ജീവിതത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധി ലഭിച്ചത്. എൻ്റെ നിലച്ചുപോയ പഠനം തുടർന്നു. ദൈവത്തിന് സ്തോത്രം. കോലഞ്ചേരി കോളേജിൽ 33 കൊല്ലം അധ്യാപകനായിരുന്നു. ആ 33 കൊല്ലത്തിൻ്റെ ഒടുവിലത്തെ 2 കൊല്ലം അവിടുത്തെ പ്രിൻസിപ്പലുമായിരുന്നു. വളർത്തി ദൈവം, ഉയർത്തി ദൈവം, ബഹുമാനിച്ചു ദൈവം, മാനിച്ചു, ആദരിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ എത്രയോ വലുത്.
നിങ്ങളാരെങ്കിലും നിരാശയിൽപ്പെട്ടിരിക്കുന്നുണ്ടോ എങ്കിൽ, സമാധാനമില്ലാതെ വലയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കേൾക്കൂ, ആശ്വാസം തരുവാൻ യേശുവിൻ്റെ അരികത്തേക്ക് വരുന്നുണ്ട്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു അതിൻ്റെ അരികത്തേക്ക് വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് 16-ാം അധ്യായം 33-ാം വാക്യമാണ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. കഷ്ടമില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല, കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രത്യാശ തരികയാണ്. സമാധാനവും പ്രതീക്ഷയും പ്രത്യാശയും തന്ന് ജീവിതത്തിൽ മ്ലാനതകൾ മാറ്റി, നിരാശ മാറ്റി, അനുഗ്രഹത്തിൻ്റെ ബന്ധാവിലൂടെ കർത്താവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് വേണമോ ഈ സമാധാനം? നിങ്ങൾക്ക് വേണമോ ഈ ശാശ്വത ശാന്തി? ഇഹത്തിൽ സമാധാനം, നിത്യതയിൽ നിത്യസ്വർഗം. ഇഹത്തിൽ സമാധാനമുള്ള ജീവിതം, നിത്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വർഗ സൗഭാഗ്യം. വേണമോ നിങ്ങൾക്ക് ഈ സൗഭാഗ്യം? യേശു നിങ്ങൾക്കിപ്പോൾ വേണമോ? നിങ്ങൾക്ക് അടുക്കാൻ പാകത്തിന് യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് അപേക്ഷിച്ചാൽ യേശു തൻ്റെ തൃക്കരം നീട്ടി നിങ്ങളെ തൊടും. കുഷ്ഠരോഗി കർത്താവിനോട് പറഞ്ഞു, ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമേ. യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കർത്താവ് നടന്നു വരുമ്പോൾ നേരെ എതിരെ നിന്നുകൊണ്ട് കുഷ്ഠരോഗി പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് പുറകോട്ട് നടക്കുകയാണ്. കാരണം അശുദ്ധനശുദ്ധനെന്ന് പറഞ്ഞാൽ നടക്കാവൂ, ആളുകൾ കൂടുന്നിടത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് യേശുവിൽ നിന്ന് ദൂരെ മാറി എന്നാണ് പറഞ്ഞത്. ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. കർത്താവ് കടന്നു ചെന്നു, അടുത്ത് ചെന്നു, വേഗം നടന്നു, അവൻ്റെ മേൽ കർത്താവിൻ്റെ കരം വെച്ചു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. ഇന്നും ശുദ്ധമാക്കാൻ യേശുവിന് മനസ്സാണ്. ഇന്ന് നിങ്ങൾ രക്ഷിക്കാൻ യേശുവിന് മനസ്സാണ്. ഇന്നും അനേക രക്ഷിക്കാൻ കർത്താൻ ആഗ്രഹമാണ്. അനേക നാശത്തിലേക്ക് പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. ശുദ്ധീകരണം പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വിശുദ്ധ ജനമായി തീരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? വിശുദ്ധനായി തീരാൻ, ഒരു വിശുദ്ധ ജനമായി തീരാൻ, വിശുദ്ധിക്ക് വേണ്ടി ജീവിതം വേർതിരിക്കാൻ, ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ വചനം വായിക്കൂ, വചനം കേൾക്കൂ, വചനപ്രകാരം ജീവിക്കൂ. ഒരു പുതിയ സമാധാന ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരാം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അനന്തര തലമുറകളായി അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിൻ്റെ ശാശ്വതമായ യശസ്സ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും. നിങ്ങൾ ഭാഗ്യശാലികളായിത്തീരും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.